ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ക്യാരമൽ സോസിൻ്റെ റെസിപ്പി ആയാണ്. നമ്മൾ കേക്കും പുഡിങ്ങും കുക്കീസൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ളിൽ ഫില്ലിംഗ് ആയും ടോപ്പിംഗ് ആയും കവർ ചെയ്യാനൊക്കെ എടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ക്യാരമൽ സോസ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ സാൾട്ടഡ് ക്യാരമൽ സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്യാരമൽ സോസ് റെഡിയാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാരമൽ സോസിന് കയ്പ്പ് രസം ഉണ്ടാവും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി കളറൊക്കെ മാറി നല്ലൊരു ക്യാരമൽ സ്റ്റേജിലേക്ക് എത്തും. ഇതിപ്പോൾ ചെറുതായി ഒന്ന് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്പൂണോ തവിയോ ഒന്നും വെച്ച് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ ഇതിൽ ഞാൻ തീരെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. സ്പൂണൊന്നും വെച്ച് ഇളക്കാതെ പാത്രത്തിൻ്റെ കൈ പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മെൽറ്റായി നല്ല കളറൊക്കെ മാറി ആ ഒരു ടോസ്റ്റഡ് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട്. അധികം കളറ് മാറി കരിഞ്ഞു പോകരുത്. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടാണ്, ശ്രദ്ധിക്കണം. ഞാൻ ഇനി തീ ഓഫ് ആക്കുന്നുണ്ട്. തീ ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി ഒന്ന് ചൂടാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്തത്. ഹെവി ക്രീം ഉണ്ടെങ്കിൽ ഹെവി ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി തിക്ക് ക്രീമും ഫ്രഷ് ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ തണുത്ത ക്രീം ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ഒഴിക്കരുത്. ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ക്രീം ചേർക്കുമ്പോൾ ഈ ചൂട് കിടന്ന് നന്നായി ഇതേപോലെ പതഞ്ഞു വരാൻ തുടങ്ങും. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അധികം കളറ് മാറാതെ കരിഞ്ഞു പോവാതെ കറക്റ്റ് പാകത്തിൽ തീ ഓഫ് ആക്കിയാൽ മതി. തീരെ കട്ടയൊന്നും ഇല്ലാതെ പഞ്ചസാരയും ക്രീമും കൂടെ നന്നായി ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നോർമൽ ക്യാരമൽ സോസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് സാൾട്ടഡ് ക്യാരമൽ സോസ് ആയതുകൊണ്ട് കുറച്ച് ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കല്ലുപ്പ്, ചെറിയ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ഒരല്പം കൂടെ ഒന്ന് കുറച്ച് കൊടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിത് തീ ഓഫ് ആക്കിയതിന് ശേഷമാണ് ബട്ടറും വാനില എസൻസും ഉപ്പൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഇതൊന്ന് മെൽറ്റായി വരുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. ഇപ്പോൾ നമ്മുടെ സാൾട്ടഡ് ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്നാറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സോസ് നന്നായി തിക്കായി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ക്യാരമൽ സോസിൻ്റെ ആ ഒരു പാകത്തിലേക്ക് എത്തും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടാറി കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് കേക്കിലും പുഡിങ്ങിലും ഒക്കെ ഫില്ലിംഗ് ആയും ടോപ്പിംഗ് ആയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് സാൾട്ടഡ് ക്യാരമൽ സോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്